ഇനിയിപ്പോ 2.5 മണിക്കൂർ മാത്രം ബാക്കി. ആവേശത്തിന്റെ ആവേശം കൊടിയിറങ്ങി ഇറങ്ങാൻ ഇനി 2.5 മണിക്കൂർ മാത്രം ബാക്കി. ഇതാ അവിടെ പാലക്കാട് NMR റസാക്കിന്റെ വാഹനജാഥയ്ക്കൊപ്പം ഷാരിഖ് നവാസ് ഉണ്ട്. വലിയ എന്ന് പറഞ്ഞാൽ പാലക്കാടും വലിയ പ്രചരണാവേശം കണ്ട സ്ഥലമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലങ്ങളൊന്നും പാലക്കാടാണ്. അതിൽ പല കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് പറഞ്ഞതുമാണ്. ഷാരിഖിലേക്ക് പോകുന്നു. ഷാരിഖ്, അപ്പോൾ ഒരു സംയോജിത കൊട്ടിക്കലാശം പാലക്കാട് എവിടെയാണ്? കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ കണ്ടതിന്റെ അപ്പുറം കൊട്ടിക്കലാശത്തിലേക്ക് പോവോ? കാര്യം കഴിഞ്ഞ ബൈ ഇലക്ഷൻ കൊട്ടിക്കലാശം അതിന്റെ ആവേശം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, അമ്മാതിരി ആവേശമായിരുന്നു. ഇക്കുറി അതിന്റെ മുകളിലേക്ക് പോവോ? ഹാഷ്മി SKN തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശത്തിലേക്ക് തന്നെയായിരിക്കും പാലക്കാട് മണ്ഡലത്തിന്റെ വീറും വാശിയും നിറഞ്ഞ പാലക്കാട് മണ്ഡലത്തിലെ പോരാട്ടം അത്തരത്തിലൊരു കൊട്ടിക്കലാശത്തിൽ തന്നെയായിരിക്കും. സുൽത്താൻപേട്ട ജംഗ്ഷനിലാണ് മൂന്ന് മുന്നണികളുടെയും BJP, UDF, LDF മുന്നണികളുടെ മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരിക്കുന്നത് സുൽത്താൻപേട്ട ജംഗ്ഷനിലാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാക്കിന്റെ റോഡ് ഷോ ആണ്. 100 കണക്കിന് ഇരുചക്ര വാഹന അകമ്പടിയോടെയാണ് NMR റസാക്കിന്റെ റോഡ് ഷോ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊടുന്തരപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ പേഴുങ്കരയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒലവക്കോട് വഴി ഇത് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ എത്തിച്ചേരും. സ്ഥാനാർത്ഥി ഈ വാഹന പര്യടനത്തിലുണ്ട്. സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ ആവേശത്തിലാണ് റോഡ് ഷോ അരങ്ങേറുന്നത്. ഇപ്പോൾ ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്കാണ്. എത്രത്തോളമുണ്ട് ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട് വിജയ സാധ്യതയൊക്കെ? LDFന് ഇവിടെ ഒരു അത്തരത്തിലൊരു 3ാം സ്ഥാനത്ത് നിൽക്കുന്ന LDFന് ഇവിടെ ഇത് മറികടന്ന് വിജയിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. എന്താ കഴിയാതെ? അങ്ങനെ ഒരു മണ്ഡലവും ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. മാറ്റം അനിവാര്യമാണ്. മാറുക തന്നെ ചെയ്യും പാലക്കാട്. UDF NDയും ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും അതായത് UDFും NDയും തമ്മിലാണ് ഇവിടെ കടുത്ത മത്സരം എന്നാണ്. LDF ചിത്രത്തിൽ എത്തിയിട്ടില്ല എന്നും പറയുന്നത്. അതെങ്ങനെ? അതെ, അവരുടെ പ്രചരണത്തിന്റെ ഒരു ഭാഗമല്ല. അവഗണിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക, അതൊക്കെ ജനം തള്ളിക്കളയുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതൊക്കെ നമ്മളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽ പലതരം ആരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആരോപണം നിങ്ങൾക്കറിയാമല്ലോ. ചിഹ്നം അനുവദിക്കുന്നവരെ ഒരുപാട് നാടകീയത നിറഞ്ഞ സ്ഥലമാണ് പാലക്കാട് മണ്ഡലം. അപ്പം അതൊക്കെ ജനം തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലുള്ള ശബ്ദമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ശബ്ദം പോലും പ്രചരണത്തിനായി ഉപയോഗിച്ചു. അതുകൊണ്ടല്ല, ഈ മറ്റു ശബ്ദത്തിനിടയ്ക്ക് എൻ്റെ ശബ്ദം താന്നു പോകും. കാരണം ഈ മൈക്കിൻ്റെ സൗണ്ട് അതുകൊണ്ടാണ് ശബ്ദം താന്നു പോയതാണ് ഈ മറ്റു ശബ്ദത്തിനിടയ്ക്ക്. ഇപ്പോൾ എല്ലാ മണ്ഡലവും കവർ ചെയ്യാൻ പറ്റുമോ ഇതിനോടകം തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്? തീർച്ചയായിട്ടും 3 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയിലുള്ളൂ. അത് പൂർണ്ണമായി കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും നേരിൽ പോയി കാണാനൊന്നും കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ പരിമിതികൾ, ദിവസത്തിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിത്വം തന്നെ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചായിരുന്നല്ലേ. ഇപ്പോൾ UDF പിഷാരടിക്ക് നേരെ ഉണ്ടായ വിവാദങ്ങളൊക്കെ അവർക്ക് കുറച്ചും കൂടി അനുകൂലമായി എന്നാണ് അവരുടെ ക്യാമ്പ് വിലയിരുത്തുന്നത്. അപ്പോൾ ഒന്നും കൂടി വിജയ സാധ്യത UDFന് കൂടിയിട്ടുണ്ടോ, അതോ അതെ ഈ വോട്ടിന് പ്രതിഫലിക്കില്ല എന്നാണോ കരുതുന്നത്? അതൊന്നും ജനങ്ങളെ അങ്ങനെ പ്രതിഫലിക്കില്ല. ജനാധിപത്യത്തിന് അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും വാദിക്കും. പക്ഷെ അതൊന്നും വോട്ടായി മാറുമൊന്നുമില്ല. അവിടെ ചെയ്ത് ശരിയല്ല, അതിനെ എല്ലാവരും എതിർക്കും. പക്ഷെ അത് വോട്ടായിട്ട് ആർക്കും മാറുമൊന്നുമില്ല. KK ദിവാകരനിൽ നിന്ന് തിരിച്ചു പിടിച്ച മണ്ഡലം വീണ്ടും LDF തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ, 96, 2006, 2026, 2026 LDF തൂക്കും. ഈ മണ്ഡലം LDF തൂക്കുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയായ NMR റസാഖ് പറയുന്നത്. ഇപ്പോൾ 100 കണക്കിന് ഇരുചക്ര വാഹന അകമ്പടിയോടെയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പേഴുങ്കര ജംഗ്ഷനിലെത്തി ഇനി ഒലവക്കോട് കൽപ്പാത്തി വഴി ഇത് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ എത്തിച്ചേരും. അവിടെയാണ് 3 മുന്നണികളുടെയും ഒരുമിച്ചുള്ള കുട്ടിക്കലാശം സംഘടിപ്പിച്ചിട്ടുള്ളത്. പാലക്കാട് വാശിയും വീറും ഒരു നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട്ടേത്. കാരണം ഏറ്റവും കൂടുതൽ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലക്കാട് ഇതിനോടകം തന്നെ ചർച്ച ചെയ്യുന്നു. അതായത് ഡീൽ എന്ന ആരോപണത്തിൽ തുടങ്ങിയതാണ്. NMR റസാഖിന്റെ വരവിൽ തുടങ്ങിയതാണ്. NMR റസാഖ് ശക്തമായ സാന്നിധ്യം അറിയുന്ന കാഴ്ച നമ്മൾ പിന്നീട് ദിവസങ്ങൾ കണ്ടു. SK അതിനിടയിൽ ഇവിടെ രേവന്ത് റെഡ്ഡി പറയുന്നുണ്ട്, എന്താണ് അടുത്ത ഒരു വർഷത്തിൽ മെസ്സിയെയും റൊണാൾഡോയും കേരളത്തിൽ കൊണ്ടുവരും. 6ാമത്തെ ഗ്യാരണ്ടി എന്ന് പറയാം. ഒരു തവണ മെസ്സി വന്ന ക്ഷീണം മാറിയിട്ടില്ല. അതെ അതെ അതെ. തവനൂർ നമുക്ക് ആഷ്മി മറ്റേ രമാദേവി കുഞ്ഞമ്മൻ ഡാൻസ് പഠിച്ചെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രാഫിക്സ് ടീമിന്റെ ഇതാണ് പഠിച്ചോണ്ട് ആ ഒരു നല്ല സൂപ്പർ ആയിരുന്നു അല്ലേ. ഓക്കെ, കൊള്ളാം. ഓക്കെ, ആഷ്മി പഠിച്ച ഈ സാധനം അല്ലേ. അരമണ്ഡലം മുഴുവൻ അരമണ്ഡലമൊക്കെ പഠിച്ചു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.